നസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സമ്പാദ്യം, വരുമാനം എന്നൊക്കെ ഉള്ള ഒരു ടോപ്പിക് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ മാത്രമായിപ്പോയി കേട്ടോ. ഞാൻ എങ്ങനെ വരുമാനം ഉണ്ടാക്കണം, എൻ്റെ സമ്പാദ്യം എന്തൊക്കെ, അതൊക്കെ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉപകാരമുള്ള ഒരു കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളത് നിങ്ങളെ കമൻറ്റിൽ കൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വിഷ്വൽസ് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാലും നിങ്ങളോട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ, അത് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മിക്ക വീട്ടിലെ പുരുഷന്മാരും ഭാര്യമാർക്ക് പൈസ അങ്ങനെ വെറുതെ കൊടുക്കൂല കേട്ടോ. ഇപ്പം ഇനി അല്ലെങ്കിൽ കൊടുക്കും, കൈയും കാലും പിടിക്കണം, 100 തരുമോ 200 തരുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കാതെ, അതായത് കൈ നീട്ടാതെ, ഒരു ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് ഒരു 100 200 അല്ലെങ്കിൽ ഒരു 1000 വേണമെങ്കിൽ സമ്പാദിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു കുറഞ്ഞൊരു കാര്യം, ഒരു 3-4 കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ അല്ലെങ്കിൽ ആ 4-5 കാര്യങ്ങളും അല്ലെങ്കിൽ അതിലിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് അതിലൊരു ഐഡിയ ഉണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ തട്ടുംപുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഈ കേട് വന്ന തയ്യൽ മെഷീനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് ഒന്നുകിൽ എണ്ണ ഇട്ട് കൊടുത്ത് നന്നാക്കി എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഫോൺ ചെയ്താൽ നന്നാക്കാൻ വരുന്ന ആളുണ്ട്. ഒരു 250 റുപ്യ കൊടുത്തിട്ട് അതൊന്ന് നന്നാക്കി എടുക്കുക, ആ ഒരു തയ്യൽ മെഷീൻ. എന്നിട്ട് ഈ ഓൾട്ടർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിയും പിന്നെ ചുരിദാറൊക്കെ ഇപ്പം അധികം റെഡിമെയ്ഡ് വാങ്ങുന്നതിനോട് തന്നെ എന്തായാലും അങ്ങനെ ഒരു പണി ഉണ്ടാവും. ഒത്തിരി പ്രായമായ ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തവരോ തയ്യൽ അറിയാത്തവരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഇപ്പോൾ ഒരു മാക്സിൻ്റെ മേലെ കൂടെ അടിച്ചാൽ തന്നെ 50 രൂപ കിട്ടും. അല്ലെങ്കിൽ ഒരു സാരീൻ്റെ വക്ക്, ഒരു സൈഡ് ഉണ്ടാവില്ലേ, 2 സൈഡും, അത് അടിച്ചു കൊടുത്താൽ കിട്ടും 50 രൂപ. രാവിലെ നമ്മൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു 10-12 മണി ആകുമ്പോഴേക്കും നമ്മളെ വീട്ടിലെല്ലാ പണികളും, കുട്ടികളെ പറഞ്ഞേക്കലും ഭർത്താവിനെ പറഞ്ഞേക്കലും മറ്റുള്ള എല്ലാ ജോലികളും നമ്മൾ എവിടെയും നോക്കിക്കാതെ രാവിലെ ഒരു 6 മണിക്ക് അടുക്കളയിൽ കയറിയാൽ 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫുൾ പണി കഴിയും. ഒന്ന് സ്ലോയിലാണ് എടുത്താൽ പോലും കഴിയും. കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമുക്ക് ബാക്കി ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു സമയം വെറുതെ ഓരോ വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരോട് കഥ പറയാൻ പോയിട്ടും അങ്ങനെ വെറുതെ കിടന്നുറങ്ങിയിട്ടും നിങ്ങൾ സമയം പാഴാക്കാതെ, ഞാനിപ്പം പറഞ്ഞ അതൊരു ഐഡിയ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഈ മാക്സിൻ്റെ തുണി വാങ്ങുക. ഇപ്പോൾ ഓൺലൈനായിട്ട് 500 രൂപ കൊടുത്താൽ ഓൺലൈനായിട്ട് മാക്സി ചുരിദാറൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ പോകണ്ട. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക. ഓരോ ബുദ്ധി കൊണ്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു സൂത്രം എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് പഠിച്ചെടുക്കുക. നൈറ്റിയും ചുരിദാറൊന്നും അടിച്ച് പഠിക്കാൻ തീരെ ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് നൈറ്റി. അത് എന്നിട്ട് നമ്മൾ തുണി ടൗണിലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ഹോൾസെയിലായിട്ട് ഒരു 10-20 പീസ് ഉണ്ടാവും ഒന്നായിട്ട്. അപ്പോൾ കുറഞ്ഞ വില കൊടുത്താൽ മതി. അത് കൊണ്ടുവന്ന് ഈ ഓൺലൈനായിട്ട് പഠിച്ചിട്ട്, അല്ലെങ്കിൽ വീഡിയോസ് തന്നെ ഉണ്ട് ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടക്കുന്ന, നൈറ്റി അടിക്കുന്ന വിധം, ചുരിദാർ അടിക്കുന്ന വിധം, അതൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് പഠിച്ചിട്ട് ഓരോ മാക്സി വാങ്ങിയിട്ട് നമ്മുടെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക. വാട്സപ്പിൽ നല്ല ഓരോ പുതിയ മോഡലുകൾ ഉണ്ടാവും അതിൽ. അതൊക്കെ എടുത്ത് പഠിച്ചിട്ട് നമ്മളെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ആദ്യം തന്നെ വലിയ റേറ്റ്, കടയിലെ റേറ്റ് വാങ്ങണ്ട. എന്തായാലും ഒരു 300 രൂപ കടയിൽ നമ്മളൊരു മാക്സിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊടുക്കുക ഒരു 250 റുപ്യ ആക്കി കൊടുക്കുക. എന്തായാലും ആ തുണി ഹോൾസെയിലായിട്ട് വാങ്ങുന്ന ആ തുണിയിൽ നിന്നും കുറഞ്ഞ പൈസ കിട്ടും, അടിക്കൂലിയും നമുക്ക് കിട്ടും നമ്മൾ അടിച്ചു കൊടുത്താൽ. അങ്ങനെ തന്നെ ഡെയിലി ഒരു മാക്സി അടിച്ചു കൊടുത്താൽ തന്നെ പോരെ, 150 റുപ്യ നമുക്ക് നമ്മളെ കയ്യിലേക്ക് വന്നില്ലേ. അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായിട്ട് നമ്മളെ തയ്പ്പും നമ്മൾ ആ മോഡലൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ തിരഞ്ഞു വരും. ഫസ്റ്റിൽ കുറഞ്ഞ ഓർഡറുകളെ നമുക്ക് 1-2 ഓർഡറുകളൊക്കെ ഒരു മാസത്തിൽ കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ, ഇത്തിരി പ്രായമായവർക്ക് ആ ഒരു മോഡൽ, പ്രായമായവർക്ക് ഓവർ മോഡലൊന്നും വേണ്ട, അങ്ങനെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അംബ്രല്ല സ്കേർട്ട്, ഈ നമ്മളെ തൊട്ടടുത്തുള്ള ഈ തുണി ഷോപ്പ് ഉണ്ടാവും, അവിടെയൊക്കെ ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ തുണി ഷോപ്പിലേക്ക് ഈ അംബ്രല്ല സ്കേർട്ട് അടിച്ചു കൊടുത്താൽ, ഒരു അംബ്രല്ല സ്കേർട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ എന്താ ചെറിയൊരു പൈസ കിട്ടുള്ളൂ, പക്ഷെ അത് എളുപ്പമാണല്ലോ അടിക്കാൻ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആയാലും രാവിലെ 12 മണിക്ക് ശേഷം ആയാലും ഒക്കെ നമ്മൾ ആ ഒരു ഇതിലേക്ക് പണിക്ക് നീങ്ങുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആരോടും നമുക്കൊരു കൈ നീട്ടണ്ട. നമ്മളെ ആവശ്യത്തിന് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കിട്ടും ആ ഒരു പൈസ.
പിന്നെ രണ്ടാമത്തത് വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ മീനൊക്കെ വാങ്ങാനുള്ള ഒരു ഇത് ചില ആണുങ്ങൾ മാസത്തിലൊരിക്കൽ അവർക്ക് ശമ്പളമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഒന്നായിട്ട് പോയി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇനി ഞാൻ വാങ്ങിക്കോളാം സാധനങ്ങൾ എന്ന്. ചിലവരത് അനുവദിക്കില്ല. വലിയൊരു പൈസ നമ്മളെ ഭാര്യമാരെ കൈമ കൊടുക്കാൻ ഭയങ്കര വേദനയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർ തന്നെ എല്ലാം ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുക, ഈ പൈസ വാങ്ങുക ഒരു മാസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയലുണ്ടാവും അധിക വീട്ടിലും. അപ്പോൾ അതില്ലാതെ വേസ്റ്റേജ് കുറയ്ക്കുക. നമുക്ക് ഇനി പയറായാലും പരിപ്പായാലും അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുക, ഒരുപാട് ഉപയോഗിക്കാതെ. അപ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിൽ കൂടുതൽ കറി ഉണ്ടാക്കി വേസ്റ്റാക്കി പിറ്റേന്ന് തിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും ആക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ മാസം നമുക്ക് 5 പൈസ അതിന് കിട്ടൂല. അപ്പോൾ ആ സാധനങ്ങൾ പച്ചക്കറി ആയാലും എല്ലാ സാധനങ്ങളും ഒന്നായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ വാങ്ങുക. ആദ്യം ഫസ്റ്റ് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ നോക്കുക. നമ്മൾ ആ ഒരു മാസം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓരോ പഞ്ചസാര ആയാലും ചായപ്പൊടി ആയാലും ഈ പാലായാലും പരിപ്പ് വർഗ്ഗങ്ങളായാലും മീനായാലും ഒക്കെ ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം കുറേ സാധനങ്ങൾ ഇപ്പോൾ ഈ മാസം നമ്മൾ 1 കിലോ പയറാണ് വാങ്ങിയെങ്കിൽ അടുത്ത മാസം നമുക്കൊരു 750 ഗ്രാം പയർ വാങ്ങിയാൽ മതി. പയർ വെച്ചാൽ പരിപ്പ്, പയർ, പിന്നെ കടല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ ഈ മാസം കൂടുതൽ വാങ്ങുക. എന്നിട്ട് അടുത്ത മാസം നോക്കി ശ്രദ്ധിക്കുക. നമ്മൾ സാധനങ്ങൾ അളവുകൾ നോക്കിയിട്ട് ഇനി അരി ആയാലും ഒക്കെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കുറേശ്ശെ മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടോ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത മാസം നമുക്ക് ഈ ഒരു ബാലൻസ് വരുമല്ലോ. അപ്പോൾ ആ ബാലൻസ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാച്ചാൽ 1 കിലോ പരിപ്പ് ഈ ഒരു മാസം നമ്മൾ വാങ്ങിയെങ്കിൽ അടുത്ത മാസം നമ്മൾ ശ്രദ്ധിച്ച് കുറേശ്ശെ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റേജ് ഇല്ലാതെ ഉപയോഗിച്ച് അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ 750 ഗ്രാം മതിയാവും അടുത്ത മാസം. അപ്പോൾ ഈ 1 കിലോനുള്ള പൈസ നമുക്ക് കിട്ടും. അപ്പോൾ 1 കിലോ വാങ്ങാതെ 750 ഗ്രാം വാങ്ങുക. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് മിച്ചം പിടിക്കാമല്ലോ. ഇങ്ങനെ ഓരോ സാധനങ്ങളും എല്ലാത്തിനും പച്ചക്കറി ആയാലും എല്ലാ സാധനങ്ങളും ശ്രദ്ധിച്ചിട്ട് അളവ് പോലെ ഒരുപാട് ആവണ്ട. ലിമിറ്റായിട്ട് കഴിക്കുക. നമ്മൾ കഴിക്കുക എന്നല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് ലിമിറ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വേസ്റ്റേജ് ഒരു കാരണവശാലും ഇല്ലാതൊക്കെ. അപ്പോൾ വേസ്റ്റേജും ഉണ്ടാവില്ല, നമ്മളെ കയ്യിൽ ചെറിയൊരു വരുമാനം ആവുകയും ചെയ്യും. അടുത്തൊരു കാര്യം, നമ്മളെ അധിക വീട്ടിലും ഈ ന്യൂസ് പേപ്പർ ഇടും, മാഗസിനുകളിടും. അതൊക്കെ നല്ലോണം എടുത്ത് അധിക സ്ഥലത്തും ഞാൻ കണ്ടിട്ട് വേസ്റ്റായിട്ട് വെറുതെ ശ്രദ്ധിക്കാതെ ഇടും. അപ്പം നമ്മൾ ഓരോ ദിവസവും ഇടുന്ന പിറ്റേന്നേക്ക് വെക്കുമല്ലോ, പിറ്റേന്നാണല്ലോ ആ ന്യൂസ് പേപ്പർ മാറ്റുക. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കുക. ന്യൂസ് പേപ്പർ എടുത്ത് വെക്കുക, മാഗസിനുകൾ എടുത്ത് വെക്കുക, കുട്ടികളെ പഴയ ബുക്കുകൾ എടുത്ത് വെക്കുക. അതൊക്കെ ബുക്കുകൾ പഴയതിട്ടോ ഒഴിവാക്കിയത് അതൊക്കെ എടുത്ത് മാറ്റി നല്ല സേഫ്റ്റി ആയിട്ട് ഒരു ചാക്കിലിട്ട് വെക്കുക. അതേപോലെ തന്നെ കുപ്പി, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് അങ്ങനെ കുറേ ഐറ്റം പാത്രങ്ങളും സാധനങ്ങളും അലൂമിനിയത്തിൻ്റെ പൊളിഞ്ഞത് പൊട്ടിയത്, പിന്നെ അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാന്, നോൺ സ്റ്റിക്കിൻ്റെ കടായി അതൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ. അതൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ നല്ലോണം ഒരു ചാക്കിലെടുത്ത് വെക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇഷ്ടംപോലെ വരും. എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലോ. നമ്മൾ വെളിച്ചെണ്ണ വാങ്ങണത്, പിന്നെ അങ്ങനെ ഓരോന്നിനും വാങ്ങുന്ന കുപ്പികൾ ഉണ്ടാവുമല്ലോ. എന്തിന് ഈ ലൈസോളിൻ്റെ പാത്രം വരെ നമ്മളെടുത്ത് അതൊക്കെ നല്ല റേറ്റ് കിട്ടും കൊടുക്കുകയാണെങ്കിൽ. വേറൊരു കാര്യം, വീട്ടിലേക്ക് ഈ വരുന്ന അണ്ണാച്ചികൾ പൈസ തരില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട്, വണ്ടി വിളിക്കേണ്ട പടക്കാകൻ്റെ വണ്ടി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഓട്ടോ ഒരു 50 ഉറുപ്പ്യ കൊടുത്താൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകും. കുറേ ആയാലേ അത് മുതലാവുള്ളൂ കേട്ടോ. കുറഞ്ഞതിൽ കൊണ്ടുപോയാൽ നമുക്ക് വണ്ടിക്കൂലി നഷ്ടമാണ്, സാധനങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ ഈ പാത്രങ്ങൾ, അലൂമിനിയം, ഇരുമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ വീടിൻ്റെ പരിസരവും വൃത്തിയാവും, നമുക്കൊരു 10 ഉറുപ്പ്യ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു 3-4 മാസം കൂടുമ്പോൾ, ഞാൻ മാക്സിമം ഒരു 4 മാസം കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ ന്യൂസ് പേപ്പറും ഇതേപോലത്തെ കണ്ട സാധനങ്ങളും പാത്രങ്ങളും പ്ലാസ്റ്റിക്കും പിന്നെ ഒഴിവാക്കിയ ബ്രഷ് പോലും നമുക്ക് കൊടുത്താൽ പൈസ കിട്ടും. അപ്പോൾ അത് ഓരോന്നാകുമ്പോഴത്തേക്കേ കിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ഉണ്ടാവുമല്ലോ, നമ്മൾ വലിച്ചെറിയേ വേണ്ട. ഈ പേസ്റ്റിൻ്റെ കവറ് വരെ എടുത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ അതേപോലെ തീരെ പൈസ തരാത്ത ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാർ. ഒരു 5 പൈസ ചോദിച്ചാൽ തന്നെ അതിന് കണക്കും കാര്യം ചോദിക്കുന്നത്. അവരെ കീശേന്ന് അവരറിയാതെ തന്നെ ഒരു 50 ഒക്കെ എടുത്തോണ്ടി, 100, 500, 1000 എടുക്കുകയേ ചെയ്യരുത്. 50 രൂപ വല്ലപ്പോഴും നമ്മളൊരു അത്യാവശ്യത്തിന്. നമുക്ക് ആണുങ്ങളാരും വീട്ടിലില്ലെങ്കിൽ പെട്ടെന്നൊരു തലവേദന പനിയെ വന്നാൽ ഹോസ്പിറ്റലിൽ പോകണേ എന്ത് ചെയ്യും? ഇവരെ കാത്തിക്കാൻ പറ്റുമോ? അയൽവക്കത്ത് പോയി നമ്മൾ കടം വാങ്ങണ്ടേ?
അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് അതൊരു കുറ്റമല്ല. നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് തരാത്തതുകൊണ്ടല്ലേ, അവർ നമുക്ക് പൈസ തരാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കട്ടെടുക്കല്ല, നമ്മളെ ഭർത്താവിൻ്റെ പൈസ നമുക്ക് അവകാശപ്പെട്ടതാണ്. അവർ തരാൻ എന്ത് ചെയ്യും, നമ്മൾ ആവശ്യത്തിന് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിധി വരെ നമ്മളെ വീട്ടമ്മൻ്റെ ഒരു വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇനി ടൈലറിങ്ങോ കുക്കിങ്ങോ കോഴി വളർത്തലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കിയിട്ടോ ഒക്കെ ഒന്നും ആദ്യം നമുക്ക് നല്ല രീതിയിൽ ഒന്നും മുന്നോട്ട് പോകില്ല. ചെറിയ രീതിയിൽ ഞാൻ പറയുന്ന പോലെ ഒരു കിലോ അച്ചാർ ഉണ്ടാക്കി വിറ്റ് നോക്കി നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ചമ്മന്തിപ്പൊടി, അല്ലെങ്കിൽ പൂരപ്പൊടി എന്ന് പറയും, അവലൂസ് പൊടി, അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ റേഷൻ കടയിലെ ഈ ചോറ് വെക്കുന്ന അരി ഉപയോഗിച്ചിട്ട് നമുക്ക് അവലൂസ് പൊടി ഉണ്ടാക്കാം. അതും സെയിൽ ചെയ്താലും നമുക്ക് നല്ല പൈസ കിട്ടും. അതും വലിയ ബൾക്കായിട്ട് വേണ്ട, ആദ്യം 2 3 അല്ലെങ്കിൽ 1 ഓരോ കിലോനോ വെച്ചിട്ട് നമ്മളത് വറുത്ത് പൊടിച്ച് പാക്കറ്റാക്കിയിട്ടോ അല്ലെങ്കിൽ കുപ്പിയിലാക്കിയിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കിയിട്ടോ കൊടുത്താലും നമുക്ക് നല്ല പൈസ കിട്ടും. 100 രൂപ കൊടുത്താൽ FSSAയിൻ്റെ ഒരു ലൈസൻസ് നമുക്ക് അക്ഷയ വഴി 1 വർഷത്തേക്ക് കിട്ടും. അത് മാത്രം മതി ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ. വലിയ ബൾക്കായിട്ടും വലിയ സംഭവമാക്കി ചെയ്യുമ്പോഴേക്കാണ് വലിയ ലൈസൻസൊക്കെ വേണ്ടി വരും. ഇതിന് അങ്ങനെയൊന്നും വേണ്ട. പിന്നെ അധ്വാനിക്കാനുള്ളൊരു മനസ്സ് വേണം. നമുക്കൊരു 10 രൂപ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, അതിന് നമ്മൾ തയ്യാറായേ പറ്റൂ. പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലുകളിലേക്ക് ഇപ്പോൾ പെയിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ കുറേ കുട്ടികൾ നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് ചെറിയൊരു പൈസ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി പണിയെടുക്കാൻ പറ്റാത്തവർ, ഭർത്താക്കന്മാർ 5 പൈസ കൊടുക്കാത്തവർ, പറമ്പിൽ നിന്ന് ഒരു ആദായം കിട്ടാത്തവർ, ഒരു വാടക കിട്ടാത്തവർ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇനി പെണ്ണിനായാലും ആണിനായാലും ഒരു വരുമാനം അത്യാവശ്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. നല്ല രീതിയിൽ നല്ല സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അല്ലാതെ വെറുതെ ഇരുന്നാലും ഒന്നും നമുക്ക് നടക്കൂലല്ലോ. കുറച്ചൊരു എന്താ പറയുക, നമ്മൾ അത് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലെ മറ്റുള്ളവർ ആരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട, ആർക്ക് നമ്മളെ കൊണ്ട് ഒരു ഇടങ്ങേറും ഉണ്ടാവണ്ട. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പണി ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ആരെ മുഖത്ത് ഒരു മുറുമുറുപ്പും ഉണ്ടാവില്ല, ഒരു കറുത്ത മുഖം കാണും വേണ്ട. നമുക്കൊരു അത്യാവശ്യത്തിനുള്ള ഒരു പൈസ നമ്മളെ കയ്യിലുണ്ടാവുകയും ചെയ്യും. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ഒരു 5 പൈസയിലെ ഗതിയില്ലാതെ ജീവിക്കുമ്പോൾ ആർക്കും നമ്മളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നല്ല വരുമാനവും നല്ല പൈസയും ഓളെ കയ്യിലുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മളെ ഭർത്താവിനാണെങ്കിൽ പോലും നമ്മളോട് ബഹുമാനം ഉണ്ടാവും. കാരണം നമ്മൾ ശല്യം ചെയ്യൂലോ അല്ലേ. നമ്മൾ എന്താ പറയുക, ഒരു കൺമഷി വാങ്ങണമെങ്കിൽ, ഒരു പൗഡർ വാങ്ങണമെങ്കിൽ പോലും നമ്മൾ ഓലെ ഡിപ്പെൻഡ് ചെയ്യല്ലേ. അപ്പോൾ ഇതിന് ഈ ഒരു ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മളെ കയ്യിൽ ചെറിയൊരു സമ്പാദ്യം, ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ശല്യം ചെയ്യൂലല്ലോ. അപ്പം തന്നെ അവർക്ക് നമ്മളോട് ബഹുമാനം തോന്നും. കാരണം വല്ല വെറുപ്പിക്കലില്ലല്ലോ, ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് ശല്യം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും ആർക്കായാലും നമ്മളോടുണ്ടാവും. കമൻറ്റിൽ ഇങ്ങനെ വരുമാനത്തിൻ്റെ പറയത്ത, പിന്നെ സമ്പാദ്യത്തിൻ്റെ പറയത്താന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് തട്ടിക്കൂട്ടിയമാതിരി ആക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവണമല്ലോ, അതിനൊരു കാഴ്ച വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയും ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. വീഡിയോ വെറുതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്, സംസാരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അഭിപ്രായങ്ങൾ അറിയിക്കുക.